ഞാനൊരു നബിയല്ലേ, എൻ്റെ ഉപ്പയും നബിയാണല്ലോ, ഞങ്ങൾക്കൊക്കെ ഇനി സ്വർഗത്തിന് തടസ്സം മരണം മാത്രമേ ഉള്ളൂ, മരിച്ചാൻ കിട്ടിയാൽ ഞങ്ങൾക്കൊക്കെ സ്വർഗം ഉറപ്പാണ്. ആ വിവരം അവർക്ക് കൊടുത്തിട്ടുമുണ്ട്, ഒക്കെ സ്വർഗം ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. പക്ഷേ എന്നിട്ടും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയുടെ അവസാനം എന്താണ്? വദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. വദ്ഖിൽനീ, നീ എന്നെ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ നീ എന്നെ പ്രവേശിപ്പിക്കണേ, അദ്ഖിൽനീ നീ എന്നെ പ്രവേശിപ്പിക്കണേ, ബിറഹ്മതിക. നോക്കണം, ഓരോ പദവും ഗുണപാഠാണ്. ബിറഹ്മതിക, എൻ്റെ അമലിൻ്റെ പവർ കൊണ്ട് എന്നല്ല പറയണത്. നമ്മളൊക്കെ എന്താ പറയണത്? ഞാനൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് എടുക്കാതെ പിന്നെ എവിടേക്ക് പോകാനാ? ഈ നബി പറയുന്നത് എന്താ അല്ലാഹുവിനോട്? വദ്ഖിൽനീ, നീ എന്നെ ചേർത്ത് തരണം, ബിറഹ്മതികാണ്, നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട്. നിന്റെ റഹ്മത്ത് വളരെ വിശാലാണല്ലോ അല്ലാഹ്, അതുകൊണ്ട് നീ എന്നെ പ്രവേശിപ്പിക്കണം. അല്ലാതെ ഞാൻ നിനക്ക് തൃപ്തിപ്പെട്ട എല്ലാ പ്രവർത്തനവും ചെയ്ത വലിയ ആളാണെന്നുള്ള നാട്യം എനിക്കില്ല. വദ്ഖിൽനീ, നീ എന്നെ പ്രവേശിപ്പിക്കണേ റബ്ബേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുഖേന നീ പ്രവേശിപ്പിക്കണം. എവിടെ? ഫീ ഇബാദിക സ്സാലിഹീൻ, സദ്വൃത്തരായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർത്ത് തരണം. അതെപ്പോഴാ? അത് മരണാനന്തരാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതിന് തഫ്സീർ കൊടുത്തപ്പോൾ പറഞ്ഞ വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക. വദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇദാ തവഫൈതനീ, നീ എന്നെ മരിപ്പിക്കുമ്പോൾ ഫഅൽഹിഖ്നീ ബിസ്സാലിഹീന മിൻ ഇബാദിക, നിന്റെ സദവൃത്തരായ സജ്ജനങ്ങളൊക്കെ മഹ്ശറിൽ പോയിട്ട് ഇങ്ങനെ പാപികളായ ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് നിൽക്കാൻ പ്രത്യേകമായ സ്ഥലം കൊടുക്കും. ആ സാലിഹീങ്ങളിൽ അങ്ങനെ അവരുടെ കൂടെ നീ എന്നെ ചേർക്കണം. വറഫീഖൽ അഅ്ലാ മിൻ ഔലിയായിക, നീ തൃപ്തിപ്പെടുന്ന നിന്റെ ഔലിയാക്കന്മാർക്ക് അവർക്കൊക്കെ സ്വർഗത്തിൽ കിട്ടുന്ന ഉന്നതമായ ഒരു സുഹൃൽ ബന്ധമുണ്ട്. ആ സുഹൃൽ ബന്ധത്തിൽ നീ എന്നെയും അംഗമാക്കി ചേർത്ത് തരണേ.